എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു സേമിയ പായസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയമാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ചെറുതായിട്ട് ഓടിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. കാച്ചിയ പാല് 1 ലിറ്റർ, പഞ്ചസാര 500 ഗ്രാം, ഒരു 100 ഗ്രാം കശുവണ്ടിയും ഉണക്കമുന്തിരിയും, ചവ്വരി ഒരു 50 ഗ്രാമിനകത്ത് മതിയാവും, ഒരു ചെറിയ ബോട്ടിൽ നെയ്യും കൂടെ, 2 സ്പൂൺ ഏലക്ക പൊടിച്ചത്. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പകുതി പാൽ ഒഴിച്ചാൽ മതി. ബാക്കി ചവ്വരിയും കൂടെ ഇട്ട് ഒന്ന് കുറുകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ചവ്വരി 3 സ്പൂൺ മതിയാവും. അത് നന്നായി വെന്ത് കഴിയുമ്പോൾ ബാക്കി പാലും കൂടെ ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കാം. ആവശ്യമനുസരിച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അടുത്തതായി കശുവണ്ടി മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരി പായസത്തിലിട്ട് ഒഴിക്കാം. ഇനി പൊടിച്ച ഏലക്കയും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ സേമിയ പായസം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.